ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അധികം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അന്ന് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ, ശനിയാഴ്ച. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. പച്ചരിയും ചെറിയുള്ളിയും തേങ്ങയും കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് വെക്കണൊരു ചോറാണ് കേട്ടോ. നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങളവിടെ ഇതിന് ഇളക്കച്ചോറ് എന്നാണ് കേട്ടോ പറയുക. ഇതാർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറയണ്ടി. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുക്കറിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ്. പിന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ട്. ഞാൻ അധിക പാത്രങ്ങളും ഡിഷ് വാഷറിലാണ് കേട്ടോ ഇടല്. പക്ഷേ ഡിഷ് വാഷർ ഇപ്പോൾ ചെറിയൊരു കേടാണ്, നന്നാക്കാൻ വേണ്ടിയിട്ട് ആളെ വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് സിങ്ക് നല്ലോണം ഒന്ന് ഡീപ്പ് ക്ലീനും ചെയ്യണം. ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് കേട്ടോ ഇതുപോലെ ക്ലോറക്സും ഡിഷ് വാഷ് ലിക്വിഡും വെച്ചിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ നല്ല കളർ വെക്കും കേട്ടോ. സിങ്ക് നല്ലോണം ഇങ്ങനെ തിളങ്ങും. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ചെയ്താൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ സിങ്ക് ഇതുപോലെ തിളങ്ങും കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇന്നിപ്പോൾ ഉച്ചക്ക് ചിക്കൻ മന്തിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊരു 1 കിലോ ചിക്കൻ ഉണ്ടാവും. അതിലേക്ക് ഞാനൊരു 2 മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 പിടി മല്ലിയിലയും കുറച്ച് പുതിനയിലയും, പിന്നെ 2 മാഗി ക്യൂബും, ഇതെല്ലാതും കൂടി ഒന്ന് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മന്തിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ വെക്കുന്ന രീതി ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂണ് ഏതെങ്കിലും അറബിക് മസാല, മന്തി മസാല, അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാഗി ക്യൂബ് ചേർക്കണ കാരണം ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഈ ഒരു കളറിനും വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ഒരു 1/2 കപ്പ് ഓയിലും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ, എന്നാലാണ് ചിക്കനിലേക്ക് നല്ല മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കുള്ളൂ. ഇതാ ഞാൻ 1 മണിക്കൂറിൻ്റെ അടുത്ത് വെച്ചിരുന്നു, ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ അത് ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ റൈസ് വേവിക്കാനുള്ള വെള്ളവും തിളച്ച് വന്നിരിക്കണം. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പട്ടിയും ഏലക്കായും അതുപോലെ കറാമ്പൂവൊക്കെ. ഇത് ഞാൻ 1 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള റൈസാണ് കേട്ടോ. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ്. കുറച്ചും കൂടി നല്ലത് നമ്മൾ മന്തിയൊക്കെ വെക്കണ ഒരു ബ്രൗൺ കളർ റൈസ് ഉണ്ടല്ലോ, കുറച്ച് വലിയ റൈസ്, അതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഇത് കുറച്ചൊരു കനം കുറഞ്ഞ റൈസാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ ചിക്കനൊക്കെ വെന്തപ്പോൾ അതിൻ്റെ മുകൾക്ക് വെന്ത് വന്നിട്ടുള്ള റൈസും കൂടി ഇട്ടിട്ട് ദം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതിൻ്റെ മേലെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കളറ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്താലും മതി കേട്ടോ. ഇപ്പോൾ ഒരു 5-6 പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കും കൂടി ചെയ്യാം. ഇനി ഇതൊരു 15 മിനിറ്റാണ് കേട്ടോ ഞാൻ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണത്. അപ്പോൾ ഇതാ നമ്മളെ മന്തിയൊക്കെ റെഡിയായി. നല്ല അടിപൊളി നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മന്തിയാണ് കേട്ടോ. പിന്നെ ഇതാ ഇത് വൈകുന്നേരമാണ്. ഇന്ന് വൈകുന്നേരം
നല്ലൊരു കാരമൽ ചീസ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ചീസ് കേക്കിൻ്റെ ഒരു ഫാനാണ്, നല്ല ഇഷ്ടമാണ് കേട്ടോ ചീസ് കേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ ഒരു കപ്പ് പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കാരമൽ ചെയ്തെടുത്തിട്ട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടറൊക്കെ മിക്സായി വന്നാൽ അതിലേക്ക് ഒരു 100 മില്ലി ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീമിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ സോസ് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഒരു 150 ഗ്രാം ഏതെങ്കിലും ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഗുഡ് ഡേൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. ഫൈനായിട്ട് പൊടിയണ്ട, ജസ്റ്റ് ഒരു തരി ഉള്ള പോലെയാണ് കേട്ടോ പൊടിയേണ്ടത്. അതിലേക്കൊരു 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ മെൽറ്റഡ് ഗീയോ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ചീസ് കേക്ക് ഉണ്ടാക്കണ ഒരു കേക്ക് ടിന്നിലാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്യണത്, ഏതാണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഇതുപോലെ ഇട്ടെടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം. ആ ടൈമിൽ ഒരു ബൗളിലേക്ക് 1 കപ്പ് ക്രീം ചീസും മധുരത്തിനനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് മധുരത്തിനനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ. വിപ്പിംഗ് ക്രീമിൽ മധുരമുള്ള കാരണം ഞാൻ ആ ഒരു ക്രീം ചീസൊക്കെയുള്ള മധുരമാണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്കൊരു ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് ബീറ്റായി വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും 1 മുട്ടയും കൂടി ചേർത്തിട്ട് അതും നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കാരമൽ സോസ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിലൊരു 10 മിനിറ്റാണ് കേട്ടോ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ബേസ് വെച്ചിരുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ചീസിൻ്റെയും വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു അരമണിക്കൂറാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് ബേക്ക് ചെയ്തിട്ടുള്ള ചീസ് കേക്കാണ്. പിന്നെ ഇത് ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം കൂടി വെച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ആ ഒരു ട്രേയിലാണ് കേട്ടോ കുറച്ച് വെള്ളം വെച്ചുകൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുത്താലും മതി. അപ്പോൾ ഇതാ അരമണിക്കൂറായപ്പോൾ തന്നെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് മൂടിയിട്ട് ഇനിയിപ്പോൾ ഇതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു കാരമൽ സോസ് ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യുക. ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ലപോലെ കട്ട് ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 6-7 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചീസ് കേക്കാണ് കേട്ടോ. ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ള ചീസ് കേക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.